Okay, hello dear students. A very warm good evening to one and all. So, welcome to this class on genetic code and translation as a part of the nucleic acid chapter in our fundamentals of biochemistry. So, in the last class we all dealt with DNA replication and transcription, and this is the final part of the central dogma, that is translation. And okay, so let's look into what a genetic code is. So during replication and transcription, the nucleic acid is copied to form another nucleic acid. Okay, ഒരു ന്യൂക്ലിക് ആസിഡിൽ നിന്ന് വേറെ ന്യൂക്ലിക് ആസിഡ് തന്നെ ഉണ്ടാക്കുന്നത്. റെപ്ലിക്കേഷൻ ആകട്ടെ ട്രാൻസ്ക്രിപ്ഷൻ ആകട്ടെ. റെപ്ലിക്കേഷൻ്റെ സമയത്താകുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡാണ് ഉണ്ടാക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിലാകുമ്പോൾ വൺ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so these two processes were easy due to the complementarity rule. Okay, ഒരു ബേസ് പെയർ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെയറിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ബേസ് വെച്ചിട്ടാണ് ആ ഒരു കോംപ്ലിമെന്റാരിറ്റി റൂൾ പ്രകാരമാണ് അത് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് കമ്പാരിറ്റീവ്ലി ഈസി. ബട്ട് ഇൻ ട്രാൻസ്ലേഷൻ it requires transfer of this genetic information from a polymer of nucleotide to a polymer of amino acids. എന്ന് വെച്ചാൽ ബേസിക്കലി ട്രാൻസ്ലേഷനിൽ നടക്കുന്നത് ആ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്താണ് വെച്ചാൽ ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ന്യൂക്ലിയോടൈഡിൽ റീഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള മെസ്സേജസ് അമിനോ ആസിഡ്സ് അലൈൻ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ രൂപത്തിലുള്ള ഒരു റിസൾട്ടാക്കി മാറ്റുന്നു. ഓക്കെ, റീഡ് റിസൾട്ട് ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോംപ്ലിമെന്റാരിറ്റി റൂള് ഈ ന്യൂക്ലിയോടൈഡ്സ് തമ്മിലില്ല. ന്യൂക്ലിയോടൈഡും അമിനോ ആസിഡൊക്കെ കൺവേർട്ട് ചെയ്യുന്നതായതുകൊണ്ട് കോംപ്ലിമെന്റാരിറ്റി റൂള് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, സോ ഇതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് വരും, എന്തെങ്കിലും ന്യൂക്ലിക് ആസിഡ്സിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും അത് അപ്പോൾ അവിടെ എന്ത് ബാധിക്കും, ഇതൊന്നും ഉണ്ടാകുന്ന അമിനോ ആസിഡ് സീക്വൻസിനെയും പ്രോട്ടീൻസിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ലെറ്റ് ടു ദി പ്രൊപ്പോസിഷൻ ഓഫ് ദി ജനറ്റിക് കോഡ് ദാറ്റ് ഡയറക്ട്സ് ദി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പം ഇതിൽ നിന്നാണ് മനസ്സിലായത് ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്ന് ഒരു സ്പെസിഫിക് അമിനോ ആസിഡ് കിട്ടുള്ളൂ എന്നുള്ളത്. ചില ഓരോന്നിനും ഒരു കോഡായിട്ട് നമുക്ക് കണക്കാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. സോ ഇത് പറയുന്നത് ട്രിപ്ലെറ്റ് കോഡായിട്ടാണ്. ആൻഡ് ബിക്കോസ് ദർ ആർ ഓൺലി 4 bases and 20 amino acids, so the code must be a combination of bases also, and minimum number of combination പറഞ്ഞാൽ 3 ന്യൂക്ലിയോടൈഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രിപ്ലെറ്റ് കോഡായിട്ടാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് ബേസസിനെ കണക്കാക്കുക. ആ ഓരോ 3 ബേസസിൻ്റെ അല്ലെങ്കിൽ 3 ന്യൂക്ലിയോടൈഡ് ബേസസ് കൂടിയിട്ടുള്ള ഒരു ട്രിപ്ലെറ്റ് ഒരു അമിനോ ആസിഡിനായിരിക്കും കോഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് കോഡ്സ്. യുറാസിൽ 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 ഈ ഓരോ അക്ഷരങ്ങളും ഓരോ ബേസസ് ആണ് കേട്ടോ. യുറാസിൽ, U for യുറാസിൽ, C for cytosine, A for adenine and G for guanine. Since it is coded directly from the RNA, അതുകൊണ്ടാണ് ഇവിടെ യുറാസിൽ വന്നത്. ആൻഡ് ഈച്ച് ട്രിപ്ലെറ്റ് ഓഫ് ദി ബേസസ് ഓർ ട്രിപ്ലെറ്റ് കോഡോൺസ് കോഡ്സ് ഫോർ ഈച്ച് അമിനോ ആസിഡ്സ്. അതിൽ റിപ്പീറ്റേഷൻ വരുന്നതുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ഫീനൽ അലൈനിൻ വന്നിട്ടുണ്ട്, ലൂസിൻ അതിലാറ് വന്നിട്ടുണ്ട്, 4 to 5 6 എണ്ണം വന്നിട്ടുണ്ട്. ബട്ട് സംടൈംസ് ഓൺലി സിംഗിൾ കോഡ് ഫോർ സിംഗിൾ പ്രോട്ടീൻ ഓർ സിംഗിൾ അമിനോ ആസിഡ്. ഓക്കെ, അറ്റ് എ മൊമെന്റ് ഒരു കോഡ് എന്തേ ചെയ്യുള്ളൂ, ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുള്ളൂ. ബട്ട് എന്ത് നടക്കാം, കുറേ കോഡ്സ് വേണമെങ്കിൽ സെയിം അമിനോ ആസിഡിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം മേ ബി ഒരു അമിനോ ആസിഡിന് ആകെ ഒരു കോഡ് ഉണ്ടാകുള്ളൂ. ലൈക്ക് ഹിയർ ഇൻ ദി കേസ് ഓഫ് മെത്തിയോണിൻ AUG മാത്രമേ മെത്തിയോണിന് കോഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്, UAA, UAG ആൻഡ് UGA. 3 സ്റ്റോപ്പ് കോഡോൺസ് ഉള്ളത്. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ് ലേറ്റർ. ആൻഡ് അനദർ സിംഗിൾ അമിനോ ആസിഡ് കോഡ് ഇസ് UGG വിച്ച് കോഡ്സ് ഫോർ ട്രിപ്സിൻ. ഓക്കെ, സോ ദീസ് ആർ ദ കോഡ്സ്. ആൻഡ് here there is a special features for genetic code. Okay, അപ്പോൾ ഏതൊരു കോഡാണെങ്കിലും ട്രിപ്ലെറ്റ് ആണ്, 3 ബേസ് പെയർസ് ആണ് അതിലുണ്ടാകുക. ആൻഡ് ദർ ആർ ടോട്ടൽ ഓഫ് 61 കോഡിംഗ് കോഡോൺസ്. ഓക്കെ, ശരിക്കും 64 ടോട്ടൽ. അതിൽ 61 നിന്ന് നമുക്ക് അമിനോ ആസിഡ് സീക്വൻസിന് കോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ദി അതർ 3 is stop codons which does not code for any sort of amino acids. ആ കോഡോൺ ആണ് അവിടെ ഉള്ളതെന്നല്ല, അല്ലെങ്കിൽ ആ ബേസ് പെയർ ആണ് ആ ഒരു ന്യൂക്ലിയോടൈഡ് ചെയിനിൽ അല്ലെങ്കിൽ RNA ഉള്ളതെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് വർക്ക് ചെയ്യുക. അത് ഏതൊരു അമിനോ ആസിഡിനും കോഡ് ചെയ്യില്ല, മറ്റുള്ളതൊക്കെ കോഡ് ചെയ്യുള്ളൂ. So there are 3 stop codons which does not code for any amino acids. It should be unambiguous and specific. ഓരോ കോഡും ഏതെങ്കിലും ഒരു അമിനോ ആസിഡിന്, ഒരു കോഡ് തന്നെ 2 അമിനോ ആസിഡൊന്നും കോഡ് ചെയ്താലും നടപടി ആകൂല. ഓക്കെ, സോ അനാംബിഗസ് ആക്കണം, അതേപോലെ സ്പെസിഫിക് ആകണം. ആൻഡ് ദർ ഈസ് എ ചാൻസ് ഓഫ് ഡീജനറസി വേർ സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ദിസ് ഇസ് മെന്റ് ആസ് ഡീജനറസി. ഓക്കെ, ചില അമിനോ ആസിഡ്സിന് കുറേ കോഡുകളില്ലേ, ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെ. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ പങ്ക്ച്വേഷൻ. എന്ന് വെച്ചാൽ ഈ കോഡോൺസ് റീഡ് ചെയ്യുന്നത് ഒരു പങ്ക്ച്വേഷൻ ഇല്ലാണ്ടാണ്, കണ്ടിന്യൂസ് മാനറിലാണ് ഇത് റീഡ് ചെയ്യുക.
സോ ഇത് ട്രിപ്ലറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ആ റൈബോസോം എവിടെ അറ്റാച്ച് ചെയ്യണോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ എവിടെ നിന്ന് തുടങ്ങണോ അതിനനുസരിച്ചിരിക്കും. അത് തുടങ്ങിയത് മുതൽ മൂന്നെണ്ണം ഇങ്ങനെ ഓരോന്നോരോന്ന് കോഡ് ആയിരിക്കും ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഓൾസോ ആക്ച്വലി യൂണിവേഴ്സൽ കോഡ്. ആ മേലെ കാണിച്ച ആദ്യത്തെ ടേബിൾ ഒരു യൂണിവേഴ്സൽ അതാണ്. കുറച്ച് മാത്രമേ വേരിയേഷൻ വരുള്ളൂ. ബാക്ടീരിയൽ ഹ്യൂമൻസിലൊക്കെ യു എന്നുള്ളത് ഫിലനലിന് തന്നെ തരുന്നത്. ഓക്കെ, ചില എക്സെപ്ഷൻസ് ഉണ്ട് മൈറ്റോകോൺഡ്രിയൽ കോഡോൺസും സം പ്രോട്ടോസോൺസിലൊക്കെ. ഓക്കെ, ആൻഡ് AUG ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. AUG കോഡ്സ് ഫോർ മെത്തിയോണിൻ ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് ആൻ ഇനിഷ്യേറ്റർ കോഡോൺ. ഓക്കെ, ഇനിഷ്യേറ്റർ കോഡോൺ ആകാനും കാരണമുണ്ട്. ഇതുള്ളവർ തന്നെ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദെൻ ദർ ആർ ചാൻസസ് ഓഫ് മ്യൂട്ടേഷൻ. ഓക്കെ, ജനറ്റിക് കോഡിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ എന്താണ് അതിന് പറയാം? നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് പറയാം. ഇറ്റ് ക്യാൻ ബി ലാർജ് ഡിലീഷൻസ് ഓർ റീഅറേഞ്ച്മെന്റ്. വെച്ചാൽ കോഡോൺസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെന്റ് നടന്നതായാലും മതി, ലോസ് ആവണമെന്നില്ല. ഓർ ഇറ്റ് ക്യാൻ ബി അഗെയിൻ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് എന്തുണ്ടാകും? ജീനിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീനിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സ്വഭാവം പ്രകൃതി ഈ ജീനിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആവും മ്യൂട്ടേഷൻ നടന്നാൽ. ഓക്കെ, അതിന് സിംഗിൾ ബേസ് ചേഞ്ച് വന്നാലും എന്താണ് അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, ഒറ്റ ബേസാണ് അവിടെ മാറിയിട്ടുള്ളത്. ഗ്ലൂട്ടാമേറ്റ് എന്നുള്ള ഒരു അമിനോ ആസിഡ് സീക്വൻസിൽ ഗ്ലൂട്ടാമേറ്റ് കൊടുത്ത് വാലിൻ വന്നു. അപ്പോഴത്തേക്ക് അവിടെ എന്തായി? സിക്കിൾ സെൽ അനീമിയന്റെ കേസായി. RBC അങ്ങനെ ഉണ്ടാവില്ല സിക്കിൾ ഷേപ്പഡ്. സോ അതൊരു ഡിസീസിന്റെ കണ്ടീഷനെ ആയി പോകാം. സോ ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് മ്യൂട്ടേഷൻ, single gene mutation. And next one is tRNA or our transport RNA. This is also called as the adapter molecule. So ഇത് പറയാൻ കാരണം നമ്മളെ മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി വരുന്ന tRNA ആൻഡ് rRNA നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് ഒരു ഹെൽപ്പർ മാത്രമാണ് റെപ്ലിക്കേഷന്, അതേപോലെ നമ്മുടെ DNA സെൻട്രൽ ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് മാത്രമാണ് tRNA. ഓക്കെ, tRNA ആൻഡ് rRNA. ഇവിടെ ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞിട്ടുള്ളത് there should be a mechanism to read code since the amino acids don't have the capacity to code directly. Okay, അവർക്ക് ഈ അമിനോ ആസിഡിന് പോയിട്ട് എന്താ പറയുക, ഇവിടെ കോഡോൺ ഇതാണ് ഇതിനനുസരിച്ച് ഈ അമിനോ ആസിഡ് വേണ്ടെന്നാൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും പ്രോട്ടീനില്ല. ഓക്കെ, സോ there should be a special adapter molecules which helps to read the code on the mRNA and collects the amino acids accordingly. Okay, so that job is done by tRNA and this is hence called the adapter molecule. Previously was called as soluble RNA or sRNA, and this molecule bridges the gap between the nucleotide language of mRNA and the amino acid language of proteins. Okay, രണ്ടും രണ്ട് ലാംഗ്വേജ് ആണ്. mRNA ഒരു ലാംഗ്വേജ് ആണ് മെഡ് ബൈ ന്യൂക്ലിയോടൈഡ് ബേസസ് ആൻഡ് അമിനോ ആസിഡ് ലാംഗ്വേജ് പറഞ്ഞാൽ വേറെയാണ്. അത് അമിനോ ആസിഡ് സീക്വൻസിനനുസരിച്ച് വ്യത്യാസം വരും ഓരോ പ്രോട്ടീൻ്റെ ബിഹേവിയർ. സോ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിങ് അല്ലെങ്കിൽ അഡാപ്റ്റർ മോളിക്യൂളാണ് നമ്മൾ tRNA. Looking at the structure of tRNA, there is an anticodon loop which will have the complementing bases to the mRNA codon. mRNA-യിലുള്ള കോഡോണിന് ഓപ്പോസിംഗ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ബേസ് പെയർസ് ഉള്ള ഒരു അറ്റം മാത്രമാണ് ഈ ആന്റികോഡൺ ലൂപ്പ്. ഓക്കെ, ആൻഡ് ദെൻ ദർ ഇസ് ദി അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ്. ഓക്കെ, ഇവിടെയാണ് അമിനോ ആസിഡ്സ് ബൈൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ആ കോഡോൺസ് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുന്നത് ഈ ഒരു എൻഡിലാണ്. ദെൻ ദർ ഇസ് സ്പെസിഫിസിറ്റി. ദ tRNAs ആർ സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. ഓരോ അമിനോ ആസിഡും ഓരോ tRNA ആണ് ഉള്ളത്. ഓക്കെ, സോ ഈച്ച് tRNA carries its respective അമിനോ ആസിഡ്സ്. ആൻഡ് ഇതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പെസിഫിക് ഇനീഷ്യേറ്റർ tRNA ഉണ്ടാകും. AUG മാത്രമാണ് നമ്മൾ ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ tRNA, ദാറ്റ് ഈസ് ദി ഇനീഷ്യേറ്റർ tRNA. ആൻഡ് സ്റ്റോപ്പ് കോഡോൺസിന് എന്തില്ല? tRNAs ഇല്ല. അതുകൊണ്ടാണ് അവിടെ അമിനോ ആസിഡ് സീക്വൻസിന് സ്റ്റോപ്പ് കോഡോൺസിന് കോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇതിന് സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫ് ഷേപ്പറാണ്, പക്ഷേ ആക്ച്വൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു കോമ്പാക്റ്റഡ് ഇൻവേർട്ടഡ് L ഷേപ്പർ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ദിസ് ഈസ് ദി ആന്റികോഡൺ ലൂപ്പ്. ഇത് നമ്മൾ mRNA ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിംഗ് ആയിട്ടുള്ള ബേസ് പേസ് ഉള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ആന്റികോഡൺ. ഫുള്ളായിട്ട് ചെയിൻ പോലെ ഇല്ല, ഈ ഒരു ഏരിയയിൽ മാത്രമേ ബേസ് പേസ് ഉണ്ടാവുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദി അമിനോ ആസിഡ് അക്സെപ്റ്റന്റ് എൻഡ്. ഈ ഒരു കോഡോൺ റീഡ് ചെയ്യുന്നത് ഈ സെറിൻ എന്നുള്ളൊരു അമിനോ ആസിഡിനായിരിക്കും. ദിസ് ഈസ് അറ്റാച്ച്ഡ് ഹിയർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓൾസോ. AUG കോഡ്സ് ഫോർ ടൈറോസിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് ഇൻടു ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്താ വെച്ചാൽ ഒരു അമിനോ ആസിഡ് സീക്വൻസിൻ്റെ പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ആ അമിനോ ആസിഡ്സിനെ എല്ലാത്തിനും പോളിമറൈസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് പോളിപെപ്റ്റൈഡായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ലോങ് ചെയിൻ ഓഫ് പ്രോട്ടീൻ ആണ് ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ. ആൻഡ് ദിസ് അമിനോ ആസിഡ്സ് ഇസ് ഡിഫൈൻഡ് ബൈ ദി mRNA ബേസ് സീക്വൻസ്. ആ mRNA ബേസ് സീക്വൻസിനനുസരിച്ചാണ് ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് ഫസ്റ്റ് വരുന്നത് ലാസ്റ്റ് വരുന്നതൊക്കെ തീരുമാനിക്കുന്നത്, ഏത് പൊസിഷനിലാണെന്നൊക്കെ. ആൻഡ് ദീസ് അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ബൈ ദി പെപ്റ്റൈഡ് ബോണ്ട് ആൻഡ് ദിസ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ റിക്വയർസ് എനർജി. ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് അമിനോ ആസിഡ് ആക്ടിവേഷൻ. ഓക്കെ, ആദ്യം തന്നെ
അമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് ATPയും പ്ലസ് ഒരു എൻസൈമിന്റെ പ്രസൻസിൽ ഈ അമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് വെക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ദിസ് ഇസ് ചാർജ്ഡ് ഓൺ ടു ദി tRNA. ഈ ആക്ടിവേറ്റഡ് അമിനോ ആസിഡിനെ അതിൻ്റെതായിട്ടുള്ള tRNAയിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ചാർജ്ഡ് tRNA ഓഫ് ദാറ്റ് അമിനോ ആസിഡ് ഈസ് ഫോം. ഓക്കെ, ആൻഡ് ഈ tRNA ബൈൻഡ് ചെയ്തിട്ട് ഉള്ള ഫോം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു tRNA, ചാർജ്ഡ് tRNA എന്ന് പറഞ്ഞു. അതിനാണ് ആ ഒരു പ്രോസസ്സിന് നമ്മൾ ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് പറയും. ഓക്കെ, വിച്ച് ഗിവ്സ് ദി ചാർജ്ഡ് tRNA വിച്ച് ഹാസ് ദി ആക്റ്റീവ് അമിനോ ആസിഡ്. ആൻഡ് ആഫ്റ്റർ ദിസ് ദി പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഒക്കേഴ്സ്. ഈ tRNAയിൽ ഓരോ tRNA-യിലും ഓരോരോ അമിനോ ആസിഡ് ഇരിക്കും. ഇതിങ്ങനെ അടുത്തടുത്ത് നിന്നാലേ ഉള്ളൂ ഈ രണ്ട് tRNA-യിലുള്ള രണ്ട് അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ചാർജ് tRNAs ആർ ബോത്ത് ക്ലോസർ, hence the peptide bond formation between the amino acids is favored and another catalyst enhances the reaction. Okay, so looking into this picture, ഇപ്പോൾ ഈ ഒരു tRNA എത്രത്തോളം ഈ ഒരു tRNA എന്തായാലും സെറീന് കോഡ് എന്നുള്ളൂ. this gives tyrosine, so we need to form a bond, peptide bond between this. so അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ tRNAയും ഈ tRNA രണ്ടും ക്ലോസർ ആക്കിയിട്ട് കീപ്പ് ചെയ്തിട്ടാണ് ഇതിന് രണ്ടിനും ബോണ്ടിങ് പോസിബിൾ ആകുന്നത്. ഓക്കെ, so that is how the peptide bond is formed. Now this is the process of translation, and let's look into the detailed. I'll show it at the last. So ഇതിൽ ഇതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിൽ റൈബോസോമാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്ട്രക്ചറൽ RNAs. പല RNAകളാണ് ഈ റൈബോസോമിലുള്ളത്. ദാറ്റ് ഈസ് sRNA. ഓക്കെ, അല്ലെങ്കിൽ RNA ഉണ്ടാവും. ആൻഡ് 80 പ്രോട്ടീൻസ് ഉൾപ്പെടെ ഇതിലുണ്ടാകും ഇതിന് സ്ട്രക്ചറിൽ. ഇറ്റ് ഹാസ് ലാർജ് സബ് യൂണിറ്റ് ആൻഡ് സ്മോൾ സബ് യൂണിറ്റ്. എനിക്ക് ഈ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഈ സ്മോൾ സബ് യൂണിറ്റ് ഇപ്പോൾ ഇവിടെ കണ്ട ഇതാണ് നമ്മുടെ റൈബോസോം. ദിസ് ഈസ് ഇറ്റ്സ് സ്മോൾ സബ് യൂണിറ്റ് ആൻഡ് ദിസ് ഈസ് ദ ലാർജ് സബ് യൂണിറ്റ്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്മോൾ സബ് യൂണിറ്റ് mRNA-ന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇഫ് ദ റൈബോസോം റീച്ചസ് നിയർ ദി mRNA then the translation process begins. Okay, so this large subunit has two sites for amino acids, and ഒരു സ്ഥലത്ത് നമ്മൾ അമിനോ ആസിഡ് കളക്ട് ചെയ്ത് വെക്കും, അപ്പുറത്തെ സൈഡിൽ ഒരു അമിനോ ആസിഡ് ഓൾറെഡി ഉണ്ടാവും. ഇത് തമ്മിൽ ബോണ്ട് ചെയ്യാണ് ചെയ്യുക. ആൻഡ് റൈബോസോം ബേസിക്കലി ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ്. ഈ രണ്ട് അമിനോ ആസിഡ്സും അതേപോലെ tRNA ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൈബോസോം ആക്ട് ചെയ്യുന്നത്. ബാക്ടീരിയയിൽ 23S RNA ആണ് എൻസൈം ഇട്ട് ആക്ട് ചെയ്യുന്ന റൈബോസൈം എന്ന് പറയും. Now looking to the translational unit 5-UTR അഥവാ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA അല്ല ജീന്. ഓക്കെ, ബട്ട് എവറി ജീൻ ഇസ് എ പാർട്ട് ഓഫ് ദി DNA. DNA-യിൽ ഇൻഫർമേഷൻ തരുന്ന ഭാഗങ്ങൾ, എന്തെങ്കിലും പ്രോട്ടീൻ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു RNA പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് തരുന്ന ഏരിയാസിനാണ് നമ്മൾ ജീൻ എന്ന് പറയുക. ഓക്കെ, ആ ജീൻ അല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളൊന്നും ട്രാൻസ്ലേഷന് യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് DNA നിന്ന് നമ്മൾ ഇൻഫർമേഷൻ RNA-ക്ക് മാറ്റുന്നത്. ഈ mRNA-യിൽ വെച്ച് നോക്കുകയാണെങ്കിലും ചില ഏരിയാസ് മാത്രമേ ഒരു പ്രോട്ടീൻ്റെ ഫോർമേഷന് വേണ്ടി വരുള്ളൂ. ഓക്കെ, അതിന് മറ്റുള്ള ഏരിയാസ് ചിലപ്പോൾ എന്താകും, വേറൊരു പ്രോട്ടീനായിരിക്കും കോഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇഫ് വി ആർ സെലക്ടിങ് എ സ്പെസിഫിക് പ്രോട്ടീൻ ഫോർ സ്പെസിഫിക് ഫംഗ്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് തരുന്ന ചെറിയൊരു സ്പെസിഫിക് റീജിയൻ ഉണ്ടാകും. ബാക്കിയുള്ള റീജിയൻ എന്ത് നമ്മൾ പറയാം, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയാം. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന റീജിയനിൽ നിന്നാണ് നമ്മൾ പ്രോട്ടീനെ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ വിൽ be at the 5' end, and it would be just before the start codon, and it is required for efficient translation. After that comes the start or initiator codon, that is the AUG. ഇത് ഇവിടെ നിന്നാണ് നമ്മളെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് കോഡ്സ് ഫോർ മെത്തിയോണിൻ അമിനോ ആസിഡ്. ദെൻ ദർ ഇസ് ദി കോഡിങ് റീജിയൻ എന്ന് വെച്ചാൽ ബാക്കി സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി ഏരിയാസ് ഫുള്ള് കോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദി കോഡിങ് റീജിയൻ ഫോർ ദി പോളിപെപ്റ്റൈഡ് ഫോർമേഷൻ. ദെൻ അറ്റ് ദി എൻഡ് നിർത്താൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ടാകും. ദാറ്റ് വുഡ് ബി ദി സ്റ്റോപ്പർ ടെർമിനേഷൻ കോഡോൺ. 3 കോഡോൺസ് ആണുള്ളത്. ഇവിടെ ഒരു പ്രോട്ടീനും കോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അങ്ങനെയാണ് ആ ഒരു പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ അവിടെ നിന്ന് പോകുന്നത്. ലാസ്റ്റ് amino acid chains stop ആകും, and it ends at the 3' untranslated end after the stop codon. Okay, so the sequence between the start codon and the stop codons for the polypeptide is the coding region, and mRNA also contains 5-UTR before the start codon and 3-UTR after the stop codon, and the untranslated regions are required for the efficient translation. Now looking into the phases of translation, ഇനീഷ്യേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ DNA-ൻ്റെ ഇതിലൊക്കെ റെപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞ പോലെ ഇനീഷ്യേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും, ആ റൈബോസോം എന്ത് ചെയ്യും, ഫസ്റ്റ് mRNA-യിൽ പോയിട്ട് AUG കോഡിൻ്റെ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, AUG-യിൽ കോഡ് പോയി ബൈൻഡ് ചെയ്യുള്ളൂ, ബിക്കോസ് ദാറ്റ് ഈസ് ദി സ്റ്റാർട്ട് കോഡോൺ. അവിടെ വെച്ചിട്ട് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇനീഷ്യേറ്റഡ് tRNA ആണ്. അവിടെയാണ് നമ്മൾ റൈബോസോം പോയിട്ട് ബൈൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദി അലോമിനേഷൻ സ്റ്റാർട്ട്സ്. ഹിയർ ദി അമിനോ ആസിഡ് tRNA കോംപ്ലക്സസ് ബൈൻഡ് സീക്വൻഷ്യലി. ഫസ്റ്റ് ഒരു സ്റ്റാർട്ട് കോഡോൺ അവിടെ ഒരു tRNA ബൈൻഡ് ചെയ്യും വിത്ത് അമിനോ ആസിഡ്. എന്നിട്ട് മെത്തിയോണിൻ്റെ tRNA ആണ് അവിടെ ബൈൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ
അപ്പോൾ ഇവിടെ നമ്മൾ AUG എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് റൈബോസോം ബൈൻഡ് ചെയ്യും. പിന്നെ അടുത്ത കോഡോൺ അങ്ങനെ റീഡ് ചെയ്ത് ഓരോ ട്രിപ്ലെറ്റ് കോഡോൺ, ഫസ്റ്റ് ട്രിപ്ലെറ്റ് കോഡോൺ അടുത്ത അമിനോ ആസിഡ് ചെയിൻ വന്നിട്ടുണ്ട്, അമിനോ ആസിഡ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. അടുത്തതിൽ പോയിട്ട് അതിന്റെ TRNA ചാർജർ TRNA വന്നിട്ട് ബൈൻഡ് ചെയ്യും. ദി അമിനോ തേർഡ് അമിനോ ആസിഡ് ബൈൻഡ്സ്. അങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ അമിനോ ആസിഡ്സ് ഇങ്ങനെ ആ ഒരു ചെയിനൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും, ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ അമിനോ ആസിഡ് ചെയിൻ നീളം വെച്ചുകൊണ്ടേയിരിക്കും. ദിസ് ഹാപ്പൻസ് ത്രൂ ദി എലോങ്ങേഷൻ ആൻഡ് അറ്റ് ദി എൻഡ് ദി ടെർമിനേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ ഉണ്ടാകും ഏതെങ്കിലും ഒരു ഭാഗത്ത്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യില്ല, TRNA ബൈൻഡ് ചെയ്യാനില്ലാണ്ട് അമിനോ ആസിഡ് ചെയിൻ ബ്രേക്ക് ചെയ്യും. അവിടെ വെച്ചിട്ട് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ ദിസ് ഈസ് ദി പ്രോസസ് ഓഫ് ടെർമിനേഷൻ. നമുക്ക് ആ ഇമേജ് വെച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. വീഡിയോ പിന്നെ കാണിക്കാം. ഫസ്റ്റ് ഐ എക്സ്പ്ലെയിൻ വിത്ത് ദി ഇമേജ്. സോ ഫസ്റ്റ്ലി this is our mRNA. It has a lot of sequence and ഇവിടെയാണ് നമ്മൾ AUG കിടക്കുന്നത്. ഓക്കെ, നമ്മളെ സ്റ്റാർട്ട് കോഡാണ് കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ റൈബോസം ബൈൻഡ് ചെയ്തു. ഓക്കെ, ആ ബൈൻഡ് ചെയ്യുന്നതോട് കൂടി TRNA ഇതിന്റെ ഒപ്പോസിംഗ് കോംപ്ലിമെന്റാരിറ്റി ഇല്ല. നമ്മളെ ഇനിഷ്യേറ്റർ TRNA സ്റ്റാർട്ട് കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഇനിഷ്യേറ്റർ TRNA ആണ്. ദാറ്റ് കോഡ്സ് ഫോർ മെത്തിയോണിൻ. ദിസ് ഈസ് അവർ മെത്തിയോണിൻ. അത് ഫസ്റ്റ് വന്ന് കണ്ട് ബൈൻഡ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫസ്റ്റ് അമിനോ ആസിഡ് ചെയിനിൽ ഫസ്റ്റ് അമിനോ ആസിഡ് എത്തി. ഇനി ഈ റൈബോസോം ഇങ്ങോട്ട് മൂവ് ചെയ്യും. Okay, and it reaches the second triplet, that is UUG, and it codes for the respective amino acid. And ഇത് മൂവ് ചെയ്ത് ഇങ്ങനെയാണ് ഒരു ചെയിൻ ഇങ്ങനെ ഫോം ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് AUG കഴിഞ്ഞു, അടുത്ത കോഡോൺ എത്തി. ഇഫ് ദിസ് ഈസ് അവർ നെക്സ്റ്റ് കോഡോൺ, അവിടെ അതിൻ്റെ TRNA വന്നിട്ട് ബൈൻഡ് ചെയ്യും ആൻഡ് അതവിടെ നിൽക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സൈഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദി നെക്സ്റ്റ് TRNA എന്ന് വെച്ചാൽ ഈ ഒരു കോഡ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ഓപ്പോസിംഗ് TRNA ആൻഡ് ഇറ്റ്സ് അമിനോ ആസിഡ് ചാർജ് TRNA വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഈ രണ്ട് TRNA അടുത്ത് നിൽക്കണോണ്ട് തന്നെ ഇത് തമ്മിലാണ് ബോണ്ട് ആവും. ഓക്കെ, അങ്ങനെയാണ് ചെയിനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ വാല്യൂന് ഇങ്ങോട്ട് കയറും, അടുത്ത TRNA വന്നിട്ട് ബൈൻഡ് ചെയ്യും. ദി നെക്സ്റ്റ് അമിനോ ആസിഡ് ബൈൻഡ്സ് ആൻഡ് ഇറ്റ് ഫോംസ് ദ ചെയിൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ചെയിൻ ഫോം ചെയ്യുന്നത് ഇവിടെ ഈ TRNA ഇങ്ങനെ ഓരോന്ന് ചില റൈബോസോം നീങ്ങുന്നതിനനുസരിച്ച് ഓരോ കോഡോൺ ഇങ്ങനെ റീഡ് ചെയ്ത് കൊടുക്കും. ആ ഓരോ കോഡോൺ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള TRNA വിത്ത് അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യും. രണ്ട് TRNA മാത്രം ഒരു നേരം റൈബോസോമിനുള്ളിൽ കയറി നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ TRNAയിൽ ആദ്യം ഒരു TRNA വന്ന് ജോയിൻ ചെയ്ത് അടുത്ത കോഡോൺ വായിക്കുമ്പോൾ ഈ ഫസ്റ്റ് ജോയിൻ ചെയ്ത TRNA വന്ന് കയറിയ TRNAൻ്റെ അമിനോ ആസിഡ്സ് ബൈൻഡ് ചെയ്യും, ചെയിൻ ഫോം ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ ഉണ്ടായിരുന്ന TRNA പോകും, അതിൻ്റെ അമിനോ ആസിഡ് കൊടുത്തിട്ട് അത് അതിൻ്റെ പണി നോക്കി പോകും. അടുത്ത കോഡ് വായിക്കും, അടുത്ത TRNA വന്ന് ജോയിൻ ചെയ്യും. ദിസ് അമിനോ ആസിഡ് ബോൺസ്. നെക്സ്റ്റ് ദി അതർ TRNA കംസ്, ദിസ് TRNA വിൽ ബി ലോസ്റ്റ്. ഈ രണ്ട് TRNAൻ്റെ അമിനോ ആസിഡ്സ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ അമിനോ ആസിഡ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. സോ നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു ദി വീഡിയോ. വെയിറ്റ്. Okay. This is our chromosome. This is our DNA, and this would be our genes. RNA polymerase enzyme വന്നു. mRNA ആണ് കോഡ് ചെയ്യുന്നത് ഇപ്പോൾ. This is our mRNA. This is our coding strand. നമ്മുടെ ജീന് റൈബോസോം ജോയിൻ ചെയ്തു. TRNA വന്നു, അമിനോ ആസിഡുള്ള TRNA വന്നു. ഓരോ TRNA വന്ന് ജോയിൻ ചെയ്യും, അമിനോ ആസിഡ്സ് അങ്ങനെ ആഡ് ചെയ്ത് ചെയിനായിട്ട് മാറും. ആൻഡ് ഇറ്റ് ഫൈനലി ഫോംസ് ദി പ്രോട്ടീൻ. ഓക്കെ, സോ ദിസ് ഈസ് വൺ ആൻഡ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി സെക്കൻഡ് വീഡിയോ. മെത്തിയോണിൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് TRNA ഇത് റീഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് TRNA വന്നു. ദി അമിനോ ആസിഡ് ഈ TRNA പോകും, അടുത്തത് വരും, ബൈൻഡ് ചെയ്തു, സ്റ്റോപ്പ് കോഡൺ വന്നു, TRNA ബൈൻഡ് ചെയ്യാനില്ലാണ്ടായി. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ട്രാൻസ്ലേഷൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഇൻ ദി ക്ലാസ്. ഓക്കെ, താങ്ക് യു.